ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ കാറ്റേ കടലേ എന്ന പാഠത്തിലെ നഞ്ച് എന്ന കവിതയും അതിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പാഠത്തിലേക്ക് പോകാം. പ്രകൃതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഉണ്ട്. എന്നാൽ നമ്മുടെ ആർത്തി ശമിപ്പിക്കാൻ പ്രകൃതിക്കാവില്ല. ലാഭത്തിനു വേണ്ടി ചിലർ പ്രകൃതിയിൽ ഉള്ളതെല്ലാം ഊറ്റിയെടുക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്താണ്? പ്രകൃതിയിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ഒരുപാട് ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളായ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, കാട്ടുതീ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതി മലിനീകരണങ്ങളായ വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, മണ്ണ് മലിനീകരണം, ജലമലിനീകരണം തുടങ്ങിയവയെല്ലാം പ്രകൃതിയിൽ മനുഷ്യന്റെ അമിതമായ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ മനുഷ്യന്റെ ചൂഷണം മൂലം നശിക്കപ്പെട്ട ഒരു തോടിനെ കുറിച്ചുള്ള കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കവിതയുടെ പേര് നഞ്ച്. ഈ കവിത മുതുവാൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ തന്നെ മലയാള പരിഭാഷയും നമുക്ക് തന്നിട്ടുണ്ട്. ഈ കവിത ആദ്യം നമുക്ക് മുതുവാൻ ഭാഷയിലുള്ളത് ചൊല്ലി നോക്കാം. തോട്ടില് നെഞ്ചു കലക്കിയാര്, ആദ്യം എല്ലാം മുട്ടി ചത്തു പൊങ്ങിയത്, പിന്നാരാൻ വെട്ടുവാൻ പള്ളത്ത് വാള മൂശി കോല മുതുക്കല മുള്ളിയൊക്ക ചത്തു പൊങ്ങിയത്, ഒക്കെ കഴിഞ്ഞപ്പന തോടും ചത്തു പൊങ്ങിയത്, മീനില്ലാണ്ട് തോട് മാത്രമേണ. ഇനി നമുക്ക് നഞ്ച് എന്ന ഈ കവിതയുടെ മലയാള പരിഭാഷ നോക്കാം. തോട്ടിൽ നഞ്ചു കലക്കി. നഞ്ച് എന്ന് പറയുന്നത് ഒരു വിഷമാണ്. ആദ്യം കല്ല് മുട്ടി ചത്തു പൊങ്ങി, പിന്നെ ആരൽ, വരൽ, പള്ളത്ത്, വാള, മുഷി, കോല, മുതുക്കില, മുള്ളി ഇവയെല്ലാം ചത്തുപൊങ്ങി. അവസാനം ആ തോടും ചത്തുപൊങ്ങി. മീനില്ലാതെ തോട് മാത്രമെങ്ങനെ? ഗോത്രകവിത ക്രിസ്റ്റി ഇലക്കണ്ണൻ. തോട്ടിൽ വിഷം കലക്കിയപ്പോൾ ആദ്യം ചത്തുപൊങ്ങിയത് കല്ലും മുട്ടിയുമാണ്. പിന്നെയാണ് ആരൽ, വരാൽ, പള്ളത്ത്, വാള, മുഷി, കോല, മുതുക്കില, മുള്ളി ഇവയെല്ലാം ചത്തത്. ഇതെല്ലാം പലതരം മീനുകളുടെ പേരാണ്. അവസാനം ആ തോടും ചത്തുപൊങ്ങിയെന്ന് കവി പറയുന്നു. തോട്ടിലെ ജീവജാലങ്ങളെല്ലാം നശിച്ചു പോയാൽ പിന്നെ ആ തോട്ടിൽ ജീവൻ ഉണ്ടാവുമോ? ഇല്ല. അതിനാലാണ് കവി തോടും ചത്തുപൊങ്ങി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, തോട്ടിൽ വിഷം കലക്കിയപ്പോൾ എന്തെല്ലാമാണ് ചത്തുപൊങ്ങിയത്? കല്ലുമുട്ടി, ആരൽ, വരാൽ, പള്ളത്ത്, വാള, മുഷി, കോല, മുതുക്കില ഇവയെല്ലാമാണ് തോട്ടിൽ വിഷം കലക്കിയപ്പോൾ ചത്തുപൊങ്ങിയത്. അടുത്ത ചോദ്യം, അവസാനം ആ തോടും ചത്തുപൊങ്ങി. തോടെങ്ങനെ ചത്തുപൊങ്ങും? ഉത്തരം, തോട്ടിൽ മറ്റു ജീവജാലങ്ങളോ ജീവികളോ ഇല്ലാത്തതിനാൽ തോടിന് അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു എന്നാണ് കവി അർത്ഥമാക്കുന്നത്. ജീവജാലങ്ങൾ ഒന്നുമില്ലാത്ത തോടിന് ജീവനുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതിനാലാണ് തോട് ചത്തുപൊങ്ങി എന്ന് കവി പറയുന്നത്. അടുത്ത ചോദ്യം, തോട്ടിൽ നഞ്ചു കലർത്തുന്നവരോട് മാത്രമല്ല ഭൂമിയെ നശിപ്പിക്കുന്നവരോടെല്ലാം ചിലത് പറയാനില്ലേ? എന്തെല്ലാമാണവ? നാം താമസിക്കുന്ന വീട് മാത്രമല്ല നമ്മുടേത്, പ്രകൃതിയും നമ്മുടെ വീടാണ്. നമ്മുടെ വീടിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ പ്രകൃതിയെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജീവന്റെ ആധാരമായ ഭൂമി നമുക്ക് മാത്രമല്ല വരും തലമുറയ്ക്കു കൂടി അവകാശപ്പെട്ടതാണ്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും കുന്നുകൾ നികത്തുന്നതും ജലാശയങ്ങളിൽ വിഷം കലർത്തുന്നതും പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയുന്നതുമെല്ലാം നമ്മുടെ ജീവന് ഭീഷണിയായി കൊണ്ടിരിക്കുകയാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നത് പോലെ തന്നെ പല ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെയും ബാധിക്കുന്നുണ്ട്. ദിവസം തോറുമുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്. എന്നാൽ ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തിക്കൊണ്ടാണോ നടക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പ്രകൃതി സംരക്ഷണം എന്നത് നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല, നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അത് പ്രകടമാകേണ്ടതുണ്ട്. അവസാന ചോദ്യം, കവിതയും അതിനുശേഷമുള്ള ചിത്രവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്?
ആ ചിത്രം കൂട്ടുകാർ ശ്രദ്ധിച്ചതല്ലേ? ഒരു യുദ്ധകളത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ? ഈ കവിതയും ചിത്രവും ഒരേ ആശയമാണ് അവതരിപ്പിക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ബോംബ് വർഷിക്കുന്ന യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ചിത്രത്തിൽ കാണാം. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും അന്തരീക്ഷം പുകപടലങ്ങൾ നിറഞ്ഞു മലിനമാകുന്നതും ചിത്രത്തിൽ കാണാവുന്നതാണ്. തോട്ടിൽ നഞ്ച് കലർത്തി തോടിനെ ഇല്ലാതാക്കുന്നത് പോലെ യുദ്ധം പോലുള്ള വിനാശകരമായ പ്രവർത്തനങ്ങളിലൂടെയും പ്രകൃതിയെയും ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നതാണ് ഈ ചിത്രത്തിലൂടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നഞ്ച് എന്ന ഈ കവിതയും അതിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് 4ാം ക്ലാസ്സിലെ പാഠങ്ങളുമായി കാണാം. താങ്ക്